നാം പ്രാർത്ഥനയോടുകൂടെ ദിവസമല്ല സ്തോത്രത്തോടുകൂടെ ആയിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പരിചയമില്ലാത്ത ഭാഗമല്ല, വളരെ നന്നായി പരിചയമുള്ള എത്രയോ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ പകലിലെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടെ ഒരുമിച്ച് വായിക്കാം. 28:1 നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഒരാൾ വായിക്കും. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം ഏത് പ്രതിസന്ധിയിലും ഹല്ലേലൂയ സ്തോത്രം ഏത് തകർച്ചയ്ക്കകത്തും ദൈവത്തിന് ഒരു ഹല്ലേലൂയ പ്ലാൻ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നാം വ്യക്തമായി ഹല്ലേലൂയ മനസ്സിലാക്കുവാനിടയായി തീർന്നു. മാനുഷികമായി നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പരാജയങ്ങൾ പലത് സംഭവിച്ചു. ഹല്ലേലൂയ തീരുമാനങ്ങളിൽ ഒത്തിരി തെറ്റ് സംഭവിച്ചു. ഒരു അഭിഷക്തൻ ആ കപ്പലിനകത്തുണ്ട്. തൻ്റെ ഹല്ലേലൂയ നിയന്ത്രണത്തിനപ്പുറത്ത് തൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഹല്ലേലൂയ സ്തോത്രം തന്നെ ഒരു ഹല്ലേലൂയ സ്തോത്രം ഒട്ടും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ജനത്തിൻ്റെ മുൻപിൽ ഹല്ലേലൂയ സ്തോത്രം തൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കത്തക്കവണ്ണം ഹല്ലേലൂയ താൻ പറയുന്നത് അവരനുസരിക്കത്തക്കവണ്ണം കാര്യങ്ങൾക്ക് ദൈവം മാറ്റം ഉണ്ടാക്കി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിനകത്തുനിന്ന് ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ആ ദൂത് അതുപോലെ നിറവേറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. കപ്പലിനല്ലാതെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പ്രാണനൊന്നും തകരാതെ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എങ്ങനെയാണെങ്കിലും അതിനകത്തൊരു ദൈവകരമുണ്ട്. ഹല്ലേലൂയ. ഒരു സാധാരണ നമുക്കൊരു ഒരു നോർമലായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു കപ്പൽ തകരുന്നു, 276 പേര് അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ 276 പേരും ഒരു കപ്പൽ തകർച്ചയ്ക്കകത്ത് രക്ഷപ്പെട്ട് ഒരു ദ്വീപിലെത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണ വിധത്തിൽ നടക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. അതിനകത്ത് ഇനി അത്രത്തോളം അപകടമില്ലാത്ത ഭയങ്കര സേഫ്റ്റി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ പോലും അതിനകത്തെ ഒരു 5-10 പേരെങ്കിലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഒരു 5-10 പേരെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനകത്ത് ഒരാൾ പോലും നഷ്ടപ്പെടാതെ സകലരും ഹല്ലേലൂയ സ്തോത്രം ദ്വീപിലെത്തിയെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു അഭിഷക്തൻ ആ കപ്പലിനകത്തുണ്ടായിരുന്ന ഹല്ലേലൂയ കപ്പലിന് ബാക്കി സകല കമ്മ്യൂണിക്കേഷനുകളും തകർന്നെങ്കിലും ഹല്ലേലൂയ സ്വർഗവുമായിട്ട് നേരിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ലൈനുള്ള ഒരു അഭിഷക്തൻ ഹല്ലേലൂയ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ചലിക്കുന്ന ദൈവാത്മാവ് തൻ്റെ ഹൃദയത്തിൽ പകരുന്ന ആലോചനകൾ ഹല്ലേലൂയ ഭയം കൂടാതെ ഹല്ലേലൂയ വിളിച്ചു പറയുന്ന ഒറ്റ വ്യക്തി വിശ്വാസമുള്ളവൻ അതിനകത്തുണ്ടായിരുന്നത് കൊണ്ട് അതിനകത്തെ ഒരാത്മാവ് പോലും നശിക്കാതെ ഹല്ലേലൂയ അക്കരെ എത്തുവാനിടയായി തീർന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ നിയോഗമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നാം ഇന്ന് ഒരു സഭയായി കൂടി വന്നിരിക്കുന്നു. ഈ സന്ദേശം ഒരുപക്ഷെ ഓൺലൈനിലൂടെ കേൾക്കുന്നവർ കാണാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സഭയ്ക്കകത്ത് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അക്കരെ എത്തിക്കണമെന്ന് നാം വളരെ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ നമ്മുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ഇല്ല ആത്മീയ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലാതെ ഹല്ലേലൂയ സ്തോത്രം ലോകത്താൽ പിശാചിന്റെ വഞ്ചനയ്ക്കകത്ത് അകപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിനു വേണ്ടി നാം ഒരുപക്ഷെ പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും ചെയ്യുന്നെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് നമ്മുടെ ശബ്ദത്തിന് അവർ വില കൊടുക്കുന്നില്ലെങ്കിലും ഇന്ന് പറയുന്ന സുവിശേഷത്തിന് അവർക്ക് താല്പര്യമില്ലെങ്കിലും ആത്മാർത്ഥമായി ഹല്ലേലൂയ ദൈവകൃപയിൽ നാം പ്രാർത്ഥിച്ചു തുടരുന്നു എങ്കിൽ വരുന്ന നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം ഈ വചനത്തിന്റെ വാഗ്ദത്തം ഒന്ന് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സഭയിൽ നമ്മോട് കൂടി ആരാധിക്കുന്നവർ ഹല്ലേലൂയ സ്തോത്രം ഈ കപ്പലിനകത്ത് മാത്രമല്ല ഹല്ലേലൂയ അക്കരയെത്തുവാൻ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശികളായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവഹൃദയത്തിന്റെ പദ്ധതി നാം ഒന്ന് മനസ്സിലാക്കുന്നു എങ്കിൽ കർത്താവേ ഞങ്ങളിൽ ആരും കുറഞ്ഞു പോകരുതേ. രക്ഷപ്പെട്ടു അക്കരെ എത്തുമ്പോൾ ഞങ്ങളിൽ ആരും കുറഞ്ഞു പോകരുതേ. എൻ്റെ കൂടെ ഹല്ലേലൂയ എൻ്റെ ഒരേ പായലിരുന്ന് ആരാധിക്കുന്ന ഹല്ലേലൂയ എൻ്റെ കൂടെ ഹല്ലേലൂയ സഞ്ചരിക്കുന്ന എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ കൂടെ പാടുന്ന എൻ്റെ കൂടെ ഹല്ലേലൂയ പല ആത്മീയ കാര്യങ്ങളിൽ സഹകരിക്കുന്ന ഹല്ലേലൂയ സഹോദരനോ സഹോദരിയോ ഹല്ലേലൂയ കർത്താവേ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമെന്ന് വരാതിരിക്കേണ്ടതിന് ആ നിത്യഭവനത്തിൽ രക്ഷപ്പെട്ടങ്ങെത്തുവാ ഹല്ലേലൂയ കർത്താവേ സഹായിക്കണമേ.
ചെറിയ കാര്യമല്ല കേട്ടോ. ഹല്ലേലൂയ. വളരെ ദുഃഖകരമായ സത്യം. എത്രയോ ഹല്ലേലൂയ പെന്തക്കോസുകാർ ഹല്ലേലൂയ 10, 20, 30, 40, 50 വർഷം ഹല്ലേലൂയ സഭകളിലിരുന്ന് ആരാധിച്ചിട്ട് ഹല്ലേലൂയ നിത്യതയുമായി അല്ല നിത്യഭവനവുമായി സ്വർഗരാജ്യത്തിൽ എത്തുന്ന കാര്യത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു സീരിയസ്നെസ്സും ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിലായിരുന്നു. പല സംഭവങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു, പല കാര്യങ്ങൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ലോകക്കാരെക്കാൾ ഹല്ലേലൂയ അവരുടെ ജീവിത ഹല്ലേലൂയ സഭയ്ക്കകത്തല്ല, എന്നാൽ ഹല്ലേലൂയ സഭയ്ക്ക് ആലയത്തിനകത്തുനിന്ന് പുറത്തു വരുമ്പോൾ ഹല്ലേലൂയ ലോകക്കാരെക്കാൾ വളരെ അധംപതിച്ച അവസ്ഥയിൽ ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് യാതൊരു രൂപാന്തരവും ഉണ്ടാകാതെ, എന്നാൽ ഹല്ലേലൂയ വേദികളിലും ഹല്ലേലൂയ സ്തോത്ര വേഷത്തിനകത്തും യാതൊരു കുറവുമില്ലെങ്കിലും ഹല്ലേലൂയ സ്തോത്ര ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഹൃദയത്തിന്റെ പരമാർത്ഥത ഹല്ലേലൂയ നഷ്ടപ്പെടുത്തിക്കൊണ്ട് യാതൊരു ഹല്ലേലൂയ സ്വന്തം ദൈവഭയവും ഇല്ലാത്ത വിധത്തിൽ അതിൽ ജീവിച്ചു വരുന്ന ഒരു സമൂഹം നമ്മുടെ പെന്തക്കോസ് വേർപെട്ട പെന്തക്കോസ് സമൂഹങ്ങൾക്കകത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. പൗലോസിനോട് പറയും, നിന്റെ കൂടെ ഉള്ളവരെ എല്ലാവരെയും നിന്റെ കയ്യിൽ. അതെങ്ങനെയാ? ഹല്ലേലൂയ സ്തോത്രം. ഉപദേശിക്കല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം. ഞങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം? ഞങ്ങൾ വന്നു, പാടി, കേട്ടു, കൊടുക്കാനുള്ള കൊടുത്ത് ഞങ്ങൾ പോയി എന്നല്ല. എൻ്റെ കൂടെ ആരാധിക്കുന്ന ഹല്ലേലൂയ എൻ്റെ സഭയുടെ എൻ്റെ ആത്മീയ കുടുംബത്തിനകത്തുള്ള ഓരോ വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചും ഹല്ലേലൂയ ഒരു ആത്മാർത്ഥത ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ പലപ്പോഴും എനിക്ക് വളരെ ദുഃഖം തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനകത്ത് ഹല്ലേലൂയ സ്തോത്രം കൂടുന്ന പലരുടെയും പേര് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സാഹചര്യങ്ങളായിരിക്കാം, ഇവിടുത്തെ ഒരു അന്തരീക്ഷമായിരിക്കാം, പലരുടെയും പേര് പോലും വ്യക്തമായി എന്നാ പേരറിയാം മുഖം അറിയാത്ത അങ്ങനെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ആത്മീയ കുടുംബത്തിൻ്റെ അംഗമാണ് എങ്കിൽ പോലും അല്ലെങ്കിൽ സ്തോത്രം അന്യോന്യം ഒരു പരിധിക്കപ്പുറത്ത് അറിയാൻ താല്പര്യവും ഇല്ല. അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അത് അറിയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ വന്നു, ഞാൻ പാടി, ഞാൻ വചനം കേട്ടു, ഞാൻ പോയി. എനിക്ക് അതിൽ കൂടുതൽ അപ്പുറത്തോ ഇപ്പുറത്തോ ആരുടെയും കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. അവരെന്തോ വിഷയമാണെങ്കിലും അവരവരുടെ കാര്യം നോക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്തുവിൻ്റെ ശരീരത്തിനകത്ത് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ മണവാളനായ ക്രിസ്തു ഹല്ലേലൂയ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമല്ല എന്നുള്ളത് ഈ വചനത്തിന് മുമ്പിൽ ഹല്ലേലൂയ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഓരോരുത്തർ കടന്നു പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിന് ഹല്ലേലൂയ സ്തോത്രം നമ്മാൽ ആകുന്ന എല്ലാ പ്രശ്നത്തൊന്നും നമുക്ക് പരിഹരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഒരു നിമിഷമെങ്കിലും ഹല്ലേലൂയ ആ കരം മാറോട് ചേർത്ത് കർത്താവേ അവർ പോകുന്ന ആ വിഷയത്തിന് ദൈവം ഒരു പരിഹാരം അയക്കണം. അത് നമുക്ക് ചെയ്യാമല്ലോ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഓരോരുത്തരെ കുറിച്ചുള്ള ഒരു ഹല്ലേലൂയ ജെനുവൈൻ കൺസേൺ ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ വേണം. അത് വളരെ ആവശ്യമാണ്. ദൈവം നമ്മളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ കയ്യിനൊരു മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനല്ല. എന്നാൽ പ്രവാചകനോട് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഈ ഗ്രഹത്തിൻ്റെ കാവൽക്കാരൻ ആക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. കയ്യിൻ കൊടുത്ത മറുപടിയല്ല നാം കൊടുക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ നമ്മളായിരിക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മയിൽ അന്യോന്യം ഒത്തിരി കൂടെ ആത്മാർത്ഥത ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് നൽകി തരാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ഓടിയത് കൊണ്ടായില്ല. ഹല്ലേലൂയ സ്തോത്രം. നാം കുറെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ബാഹ്യമായി കുറെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടായില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം ഹല്ലേലൂയ നമുക്കായി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം നാം പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ദൈവഹൃദയത്തിന്റെ ആഗ്രഹം എന്നുള്ളത് നാം വ്യക്തമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. അടുത്തത് അതിന്റെ 2-ാമത്തെ വാക്യം 28:2. ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കപ്പലിനകത്തുള്ളവർക്ക് അന്യോന്യം ഉണ്ടായിരുന്ന ആ ദയേക്കാൾ ഇവർക്കിത് അസാധാരണ ദയെന്ന് എന്തുകൊണ്ടാണ് തോന്നി? ദയ തോന്നേണ്ടിയവർക്ക് ദയ തോന്നുന്നില്ല. നമ്മൾ ആ 27-ാം അധ്യായത്തിലേക്ക് പോകാൻ സമയമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതൊക്കെ ചിന്തിച്ചായിരുന്നു. ദയ തോന്നേണ്ടിയവർക്ക് ദയയില്ല. അവർക്ക് ഇവരെല്ലാം
കൊന്നു കളഞ്ഞാലും വേണ്ടിയേല എന്ന് ചിന്തിക്കുന്ന, ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച് ഒരുമിച്ച് പ്രശ്നത്തിൻ്റെ മുൻപിൽ, ഹല്ലേലൂയ സ്തോത്രം, ഒരു അനർത്ഥത്തിൻ്റെ മുൻപിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നവർക്ക് അന്യോന്യം എന്തില്ല? ദയയില്ല, അന്യോന്യം കൺസേൺ ഇല്ല. എന്നാൽ എവിടുന്നോ വന്ന, ഇവരുടെ എവിടുന്ന് വന്ന കപ്പലാണെന്നറിയില്ല, കപ്പൽ കണ്ടില്ല, ഇവരിനിയും നീന്തി വന്ന വല്ല ടെററിസ്റ്റ് ആണോ എന്നുള്ളത് അന്വേഷിച്ചില്ല, ഇവരുടെ അഡ്രസ്സ് ചോദിച്ചില്ല, ഇവരുടെ ID കാർഡ് ചോദിച്ചില്ല, ഇവരുടെ കയ്യിൽ ഇനിയും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചില്ല, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ തിരിച്ച് തരാനുള്ള എന്തെങ്കിലും വകുപ്പ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ആ സ്തോത്രം ദ്വീപിലുണ്ടായിരുന്നവർ ഇവരോട് ഒരു അസാധാരണമായ ദയ അവർ കാണിക്കാനിടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളുടെ അറിയാവുന്നത് കൊണ്ടോ നമ്മുടെ മേലുള്ള പരിചയം കൊണ്ടോ അല്ല നമ്മളോടുള്ള യാതൊരു മുൻ ഉള്ള ഒരു ഫാക്ടറും കൊണ്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി ഉള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ മുഖപ്രകാശം നമുക്കുള്ളത് കൊണ്ട്, അത് നമ്മെ അറിയാത്തവർ, നമ്മെ പരിചയമില്ലാത്തവർ, നമ്മളുമായി യാതൊരു കടപ്പാടുമില്ലാത്തവർ, നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ, ഹല്ലേലൂയ സ്തോത്രം, ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം, എത്രയോ രാജ്യങ്ങൾ, എത്രയോ പട്ടണങ്ങളിൽ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എത്രയോ പ്രതിസന്ധികളുടെ മുൻപിൽ, എത്രയോ ഹല്ലേലൂയ സ്തോത്രം അധികാരികളുടെ മുൻപിൽ, ഹല്ലേലൂയ സ്തോത്രം എന്നെ അറിയത്തില്ല, അവർക്ക് എൻ്റെ ഹല്ലേലൂയ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല, ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല. എന്നാൽ അവരെന്നെ കാണുമ്പോൾ എന്തോ ഒരു ഹൃദയത്തിനകത്ത് ദൈവം അവരുടെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ ഫേവർ അതനുഭവിച്ചർ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിലും പലരും ഇത് അനുഭവിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. എത്രയോ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, എത്രയോ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ആരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ കടന്നു വരാൻ കഴിയാത്ത മേഖലകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലരെ നമുക്ക് അനുകൂലമായി സംസാരിക്കുവാൻ, നമുക്ക് അനുകൂലമായി ഹല്ലേലൂയ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് വിരോധമായി കടന്നു വരാമെന്ന പല വിധികളെ മാറ്റിയെഴുതത്തക്കവണ്ണം അനുകൂലമായി ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് ആ ദൈവകരം നമ്മുടെ മേലുണ്ടായിരുന്നത് കൊണ്ട് എത്രയോ പ്രശ്നങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ഫേവർ നമുക്കൊരു പരിചയമില്ലാത്തവരുടെ ഭാഗത്തുനിന്ന് നാം അനുഭവിച്ചവരാ. എന്നാൽ അത് ഇനിയുള്ള നാളുകളിലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഹല്ലേലൂയ മുൻപോട്ടുള്ള ചുവടുകളിൽ, ഭാവി വഴികളിൽ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ നാം എടുക്കുന്നതായ ചില ഹല്ലേലൂയ സ്തോത്ര സ്റ്റെപ്പുകളിൽ, അതിനകത്ത് ഹല്ലേലൂയ ഓരോ വിഷയത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, ഓരോ അധികാരികളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ 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 ദൈവത്തെയും മനുഷ്യനെയും ശങ്കയില്ലാത്ത വ്യക്തികളുടെ മുൻപിൽ ചെല്ലുമ്പോൾ പോലും ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ അവരുടെ ഹൃദയത്തെയും നമുക്ക് അനുകൂലമായി തിരിച്ചുവിടുന്ന ഒരു ദൈവകരത്തെ ഓർത്ത് ഈ പകൽ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരുപക്ഷെ ഈ കേൾക്കുന്ന ദൈവവചനം ഇന്നോ നാളെയോ ആയിരിക്കില്ല, നമുക്കറിയില്ല. ഈ വചനം കേൾക്കുമ്പോൾ ഇത് ആത്മാർത്ഥമായി നാം ഹൃദയത്തിലൊന്ന് ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞാൽ ചിലപ്പം വർഷങ്ങൾക്ക് ഡൗൺ ദ ലൈൻ ആയിരിക്കാം, മാസങ്ങൾ ഡൗൺ ദ ലൈൻ ആയിരിക്കാം, ഏതോ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ വരാവുന്ന ഏതോ വിഷയത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഇന്ന് നാം ദൈവസന്നിധിയിൽ ഈ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം പറയുമ്പോൾ അത് ദൈവസന്നിധിയിൽ കർത്താവ് മറക്കാതെ ദൈവം അത് എഴുതി വെക്കും. അല്ലെങ്കിൽ ആ വിഷയങ്ങൾ വരുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ കരം നമുക്ക് അനുകൂലമായി നീട്ടും. താങ്ക് യു ജീസസ്. അസാധാരണമായ ദയ ഹല്ലേലൂയ ആര് കാണിച്ചു? ഈ ബർബരന്മാർ. ഹല്ലേലൂയ. ഈ ബർബരന്മാർ എന്നുള്ള പദത്തെക്കുറിച്ചൊക്കെയുള്ള ഹല്ലേലൂയ സ്തോത്ര ഡെഫിനിഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കാം. പ്രത്യേകിച്ച് ആഴത്തിൽ ഒന്നും പോകുന്നില്ല, ചെറിയൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞാൽ അത്യാവശ്യം കൾച്ചർ ഇല്ലാത്ത ആൾക്കാർ. ഒരു നമ്മുടെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ഒരു ട്രൈബൽ ബെൽറ്റ് പോലുള്ള ഒരു മേഖല. എത്രയോ ദ്വീപുകളിൽ ഈ ഒരു അവസ്ഥയിൽ കയറി ചെന്നാൽ ചൂട്ട് ഇറച്ചിയാക്കുന്ന ദ്വീപുകൾ ഇന്നുമുണ്ട്. നമ്മളറിയാം, കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പേ സുവിശേഷവുമായി കടന്നുപോയ ഒരു സുവിശേഷകരെ ഇന്ത്യയുടെ അടുത്തുള്ള ആൻഡമാൻസിനടുത്തുള്ള ദ്വീപിൽ അവർ
വെട്ടിക്കൊല്ലുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ബർബരന്മാരാണെങ്കിൽ പോലും ഹല്ലേലൂയ സ്തോത്രം ആ ദൈവത്തിൻ്റെ കരം ഇവർക്ക് അനുകൂലമായതുകൊണ്ട് അവരെന്ത് ചെയ്തു? അസാധാരണമായ ദയ കാണിച്ചു. അടുത്തത് എന്ത് ചെയ്തു? അവര് അസാധാരണ ദയ കാണിച്ചു, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ, ഈ അസാധാരണ ദയയും വിറകുമൊക്കെ എടുത്ത് തീ കൂട്ടിയത് പൗലോസിനെ എങ്ങനെയെങ്കിലും അകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കെണിയായിരിക്കാമെന്നൊക്കെ നമ്മുടെ മനസ്സിനകത്ത് വരും. എന്നാൽ നമ്മൾ ആത്മാർത്ഥമായി ആ ഭാഗം ഒന്ന് വായിക്കുമ്പം അങ്ങനെയൊന്നുമല്ല. അവർ നല്ല രീതിയിൽ റിസീവ് ചെയ്തു. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു. ഈ തണുത്ത വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ശരീരമെല്ലാം ഇങ്ങനെ ഐസ് പോലെ കുളിർന്ന് ഇരിക്കുന്ന അനുഭവത്തിനകത്ത് കയറി വരുന്നവർക്ക് ഇങ്ങനെ തീ കൂട്ടി അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? അവർ ചെയ്തത് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ്. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വെൽക്കം. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ ഹല്ലേലൂയ ഒരു സാഹചര്യത്തിൽ ചിന്തിച്ച് നോക്കിയാൽ, ഇന്ന് മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. പക്ഷേ മറ്റ് വൈൽഡ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനിന്ന് ഒരു വലിയ സമൂഹം അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും. എന്നാൽ 4 പേര് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേരളത്തിലെ ചാനലുകളിലൊക്കെ കണ്ടവർക്കറിയാം എന്തൊക്കെ വിഷയങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. എന്നാൽ സ്തോത്ര ഹല്ലേലൂയ, ഇവിടെ ഇവര് നല്ല വിധത്തിൽ ഇവരെ റിസീവ് ചെയ്യാനിടയായി തീർന്നു. അടുത്തത്, പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. അപ്പൊ ഈ അണലി ഇവര് നേരത്തെ മുന്നൊരുക്കി വെച്ചിരുന്നൊന്നുമല്ല. വിറകിനകത്ത് കയറിയിരിക്കുക എന്നുള്ളത് അണലിയുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ ഈ അണലിയുടെ പുറകിൽ വർക്ക് ചെയ്യുന്ന ഒരു പൈശാചിക മേഖലയുണ്ടെന്ന് നമുക്കറിയാം. അത് പഴയ പാമ്പിൻ്റെ തലയെ കാൽവറി ക്രൂശിൽ കർത്താവ് ചതച്ചു. പിശാചിൻ്റെ തലയാണ് കർത്താവ് ചതച്ച് നമുക്ക് വേണ്ടി ഇത്ര വലിയ രക്ഷ കർത്താവ് ഒരുക്കി തന്നു. എന്നാൽ ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മൃഗങ്ങളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാമ്പുകളെ പിശാചിൻ്റെതായ ചില പദ്ധതികൾക്ക് വേണ്ടി അവൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അവന് ദോഷം ചെയ്യേണ്ടിയവർക്ക് ദോഷം ചെയ്യുവാൻ, അവന് കൊന്നുകളയേണ്ടിയവരെ കൊന്നുകളയുവാൻ ഒക്കെ അവരിന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രത്യേകിച്ച് ഈ പട്ടി, പൂച്ച, പാമ്പ് ഇങ്ങനെയുള്ള ഇതിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലിരുന്നു കൊണ്ട് വീടിൻ്റെ പുറകിലിരുന്ന ഒരു കുഞ്ഞിൽ ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥതയെ പ്രാർത്ഥിച്ച് ശാസിച്ച് വിട്ട സമയത്ത് രാത്രി 11-12 മണി ആകുന്ന സമയത്ത് ഫോണിലൂടെ, എന്നാൽ കറക്റ്റ് ശാസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ സ്ട്രീറ്റിൻ്റെ മുൻപിലുള്ള സകല പട്ടികളും കൂടെ ഒരുമിച്ച് കിടന്ന് അങ്ങ് ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഡീമോണിക് പവേഴ്സ് എപ്പോഴും ഈ മൃഗങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്പീഷീസിൽ കൂടുതലായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ ഇന്ന് നമുക്കത് മനസ്സിലാക്കാം. അപ്പം ഈ പൗലോസ് ഇത്ര ശക്തമായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ഈ വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും താൻ സാക്ഷ്യം വഹിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഇനിയും തൻ്റെ മുൻപിൽ ഒരു വലിയ വാഗ്ദത്തം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വാഗ്ദത്തമുണ്ട്. യെരുശലേമിൽ സാക്ഷ്യം പറഞ്ഞതുപോലെ റോമയിലും കൈസറിന്റെ മുൻപിലും നിൽക്കേണ്ടതവനാകും. അപ്പം കപ്പൽ ഛേദത്തിലൂടെ തകർന്നു പോകുമെന്ന് ഒരു പൈശാചിക മേഖല അത് ഈ വ്യക്തികളെയൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമതായി അടുത്ത വിഷയമാണ് സ്തോത്രം, അവനെ
ഈ അണലി കൊത്തിച്ചത്ത് അവൻ്റെ വാക്തത്വത്തെ ഉന്മൂലനാശം ചെയ്യുക, അവനിലൂടെ ദൈവം ചെയ്ത് തികയ്ക്കേണ്ട ശുശ്രൂഷ ചെയ്ത് തികയ്ക്കുന്നതിന് മുൻപായി അവനിലൂടെ ദൈവം പദ്ധതിയിട്ടിരിക്കുന്ന ദൈവികമായ ഹല്ലേലൂയ സ്തോത്രം തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ശുശ്രൂഷയുടെ കംപ്ലീറ്റ്നെസ്സിൽ ഫുൾനെസ്സിൽ എത്തുന്നതിന് മുൻപ് അവനെ തകർക്കുക എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം പിശാചിൻ്റെ തന്ത്രങ്ങളെ, വചനം ഇങ്ങനെയാണ് പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഈ തന്ത്രം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? ഇപ്പം ഒരു പ്രശ്നത്തെ നേരിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നേരിട്ട് പോയി അങ്ങ് പരിഹരിച്ചാൽ മതി. പക്ഷെ പിശാച് എന്തുകൊണ്ട് തന്ത്രം ഉപയോഗിക്കുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരിൽ ദൈവം പകർന്നു തന്നിരിക്കുന്ന ആത്മീയ അധികാരത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ശത്രു നേരിട്ട് നമുക്ക് വിരോധമായി കടന്നു വന്നാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നാമം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ സകല ബലത്തെയും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിക്കളയുവാനുള്ള അധികാരമത്രേ നാം ഓരോരുത്തരിലും ദൈവം പകർന്നു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നമ്മൾ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ട്. അതൊരിച്ചിരി ക്ലിയറായി പറഞ്ഞു തന്നാൽ അത് പ്രയോജനമാണെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നു. നമ്മൾ പെട്ടെന്നൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ വരുന്നു. ആ പ്രതിസന്ധിയുടെ മുമ്പിൽ വരുമ്പം നമ്മൾ ആരാണ്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്. നാം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവമാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും കർത്താവിന് നൽകപ്പെട്ട ആ അധികാരം കർത്താവ് എന്ത് ചെയ്തു? എഫെസ്യ ലേഖനത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? അത് നമുക്ക് സഭയാകുന്ന നമുക്കത് കൈമാറ്റം ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ ഇത്രയും അതോറിറ്റി എക്സസൈസ് ചെയ്യത്തക്കവണ്ണമുള്ള രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ ജാതിയും ഒക്കെ ആക്കി നമ്മളെ ദൈവം തീർത്തിരിക്കുന്നു. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതൊക്കെ സത്യമാണെന്ന് നമുക്കറിയാമെങ്കിൽ പോലും നാം പ്രതീക്ഷിക്കാത്ത നിമിഷം ഒരു പ്രശ്നത്തിൻ്റെ മുൻപിൽ ഒരു വലിയ പ്രോബ്ലം നമ്മുടെ മുൻപിൽ വരുന്നു. അല്ലെങ്കിൽ വ്യക്തമായി നാം മനസ്സിലാക്കുന്ന ഒരു പൈശാചിക ഇൻഫ്ലുവൻസ് ഉള്ള വിഷയം നമ്മുടെ മുൻപിൽ വരുന്നു. അന്നേരം നമ്മുടെ ഹൃദയത്തിനകത്ത് പിശാച് കൊണ്ടിട്ടേക്കുന്ന അടുത്ത ഒരു തെറ്റിദ്ധാരണയാണ്, നിനക്കിതൊക്കെ ശരിയാണെങ്കിലും നീ പ്രാർത്ഥിച്ച കാര്യം നടക്കത്തില്ല. ഫോൺ എടുത്ത് സ്പീഡ് ഡയലിനകത്ത് ഇങ്ങനെയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഉപദേശിയെ വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങേര് ശാസിച്ചെങ്കിൽ മാത്രമേ ഈ സാധനം, എന്നാൽ അങ്ങേര് ഇത് 25 വട്ടം ചെയ്യുകയും ചെയ്യും, നിങ്ങൾ അവസാനം GPay അയച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ സംഭവം നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളത് തൊട്ട് പഠിപ്പിക്കത്തുമില്ല. എന്നാ വെച്ചാൽ വരുമാനത്തിന് പ്രശ്നം. ഈ അധികാരം നമ്മളിൽ ഓരോരുത്തരിൽ ദൈവം പകർന്നിരിക്കുക. ഞാൻ ഒരിക്കലും ദൈവം പ്രത്യേകമായ കൃപകൾ, ഹല്ലേലൂയ, എന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രത്യേകമായ കൃപകൾ ദൈവദാസന്മാർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ചിലർക്ക് രോഗശാന്തിയുടെ വരം, ചിലർക്ക് ഭൂതശാന്തിയുടെ വരം, ചിലർക്ക് വിശ്വാസത്താൽ ഹല്ലേലൂയ അസാധാരണമായ ദൈവപ്രവർത്തികൾ ചെയ്തെടുക്കുവാനുള്ള വരം. അങ്ങനെ ഓരോരുത്തർക്ക് ആ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദൈവം ഓരോരുത്തർക്ക് ഗിഫ്റ്റുകൾ പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഗിഫ്റ്റുകൾ ഹല്ലേലൂയ ഉപദേശി എന്ന് പറയുന്നവർക്ക് മാത്രമല്ല, ഈ പായലിരിക്കുന്ന രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും ഓരോ വരങ്ങളും കർത്താവ് അവൈലബിൾ ആണ്. ദൈവം ഇതെല്ലാം ഹല്ലേലൂയ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ തെറ്റിദ്ധാരണ നിമിത്തം എത്രയും കാലം ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു.
ഒരിക്കലും ദൈവം നമ്മളെ തൻ്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ വളർച്ചയിലേക്ക്, ആത്മീയ പക്വതയിലേക്ക് ദൈവം ഹല്ലേലൂയ സ്തോത്രം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു അധികാരത്തെ എക്സസൈസ് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് നാം എത്രത്തോളം കാലം കയറി വരാതെ കർത്താവിൻ്റെ ഹൃദയം നമ്മെക്കുറിച്ച് ദുഃഖിക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഈ ദേശത്ത് ഇങ്ങനെയൊരു ആരാധന, ഇങ്ങനെയൊരു സഭ ഈ ദേശത്ത് നിലനിൽക്കുന്നു എങ്കിൽ ഇതിൻ്റെ പുറകിൽ വളരെയധികം ആത്മീയ യുദ്ധം നടക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം പ്രാർത്ഥനയും വളരെയധികം ആത്മീയ പോരാട്ടവും കഴിച്ചുകൊണ്ടാണ് ഇത് കൃപയാൽ ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, അത് 2-3 പേര് മാത്രം ചെയ്താൽ മതിയോ? ഈ സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് കടന്നു വരരുതെന്ന് പറഞ്ഞ പിശാചും ഈ ദേശാധിപതിയും ഈ പൈശാചിക മേഖലകളെല്ലാം ശക്തമായി അത് മിണ്ടാതിരിക്കുന്നില്ല. അതിൻ്റെ ഐക്യതയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. പൈശാചിക മണ്ഡലത്തിന് ഐക്യതയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ദൈവമക്കളുടെ ഇടയിൽ നമുക്കൊരു ഐക്യത പോകണമെന്നുണ്ടെങ്കിൽ 50 പൈസയുടെ കേസ് മതി ഐക്യത നഷ്ടപ്പെടും. അവൻ 50 കോടിയാണേലും മുടക്കി ഒരു സഭയെ തകർക്കാൻ പിശാച് റെഡിയായിട്ടിരിക്കുക. ഇപ്പം ഒരു MLA മേടിക്കാൻ 100 കോടിയാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ദൈവസഭയെ തകർക്കാൻ പിശാചിന് ഒരു 1000 കോടി എറിഞ്ഞുകൂടെ? അപ്പം നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടുകൾ ഈ പകൽ നമ്മൊന്ന് മാറി ചിന്തിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ഈ പട്ടണത്തിൽ ദൈവം നമ്മെ ഒരു കാലഘട്ടത്തിനാണെങ്കിലും കൊണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, ഞങ്ങൾ ഒരുമിച്ച് പോരാടും, ഞങ്ങൾ ഒരുമിച്ച് ഈ കർത്താവിൻ്റെ രാജ്യം ഞങ്ങളായിരിക്കുന്ന ഈ ദേശത്ത് ശക്തമായി പണിത് ഉയരുന്നതിന് തടസ്സമായി നിൽക്കുന്ന പൈശാചിക മേഖലയ്ക്ക് ഉപദേശിയും ഭാര്യയും മാത്രം പ്രാർത്ഥിച്ച പോരാ, ഞങ്ങളും ചേർന്ന് നിൽക്കും, ഞങ്ങളും കൈകോർത്ത് നിൽക്കും, ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പോരാടും. ഞങ്ങൾ പൈശാചിക മേഖലയ്ക്ക് വിരോധമായി ഞങ്ങൾ ആത്മാവിൽ യുദ്ധം ചെയ്ത ചിലതിനെ പിടിച്ചടക്കുക. ദൈവിക അവകാശങ്ങളെ, ആത്മാക്കളെ ഹല്ലേലൂയ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആത്മീയ ഉണർവ് ഇതിനകത്ത് സംഭവിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആത്മീയമായി പോരാടുമെന്നുള്ള ഒരു തീരുമാനത്തോടെ നാം എഴുന്നേൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആത്മീയ പോരാട്ടം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇത്രയും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വലിയ ടോപ്പിക്കാണിത്. എന്നാൽ വളരെ ദുഃഖകരമായ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ബൈബിൾ ടീച്ചേഴ്സ് പോലും ചിലർ ഈ കാര്യങ്ങൾ പഠിപ്പിക്കത്തില്ല, പഠിപ്പിക്കുന്നവരെ വിമർശിക്കുകയും ചെയ്യും. അങ്ങനെ ഒന്നും ജനത്തെ അങ്ങനൊന്നും വലിയ അവരെയൊക്കെ ദൈവം വാക്തത്വങ്ങൾ ഇതിനകത്തെ ചില വാക്യങ്ങൾ മാത്രം എടുത്ത് അടർത്തിയെടുത്ത് ഇതൊന്നും അവർക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ പോരാട്ടം ഒരു സോൾജറായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പോരാട്ടമുണ്ട് എന്നുള്ളത് വ്യക്തമായി വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ പോരാട്ടം എന്നുള്ള പദം പോലും ഇല്ല. ഇത് ഭാഗത്ത് ഇതിനെ വഷളാക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. പോരാട്ടം കൊണ്ട് ജീവിക്കുന്നവരും ഉണ്ട്. അത് നിമിത്തമായിരിക്കാം യഥാർത്ഥ പോരാട്ടത്തെ ഫേസ് ചെയ്യുവാൻ ജനത്തെ പഠിപ്പിക്കാതെ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരായി പിശാച് സഭകളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും തകർത്തുകൊണ്ടിരിക്കുന്നു. എത്രയോ സഭകൾ തകർത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സഭകളുടെ അവസ്ഥകൾ കേൾക്കുമ്പോൾ ഒറ്റ ഒരാൾ എഴുന്നേറ്റാൽ മതി സഭയ്ക്കകത്തുനിന്ന്. പിശാചിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നിമിത്തം ഒറ്റ ഒരാൾ അകത്തെഴുന്നേറ്റാൽ ആ സഭയെ ആത്മാർത്ഥമായി ആത്മീയ പോരാട്ടം ചെയ്യുന്ന ഒരു കൂട്ടർ ആ സഭയ്ക്കകത്തില്ലെങ്കിൽ ആ സഭ അതോട് തീർന്നു. ഞാൻ തിരുച്ചി എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഒരു സഭയെ കടന്നുപോയി. ആ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു. ആ പട്ടണത്തിൻ്റെ മധ്യത്തിൽ ഇത്രയും ഭയങ്കര ഹിസ്റ്ററിയുള്ള ഭയങ്കര ഉണർവ് നടന്ന 100 കണക്കിന് ആൾക്കാർ കൂടിക്കൊണ്ടിരുന്ന ഒരു ഭയങ്കര ചർച്ച. എന്നാൽ ഇന്ന് അതൊന്നുമില്ല. ഇപ്പോൾ ഒരു ദൈവദാസൻ, എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസൻ അവിടെ ചെന്ന് ഇതിനെ ഗ്രൗണ്ട് വർക്ക് തൊട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുക. ചെറിയൊരു കൂട്ടം ഇതിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ
എന്തുമാത്രമാണ് ഒരു സഭയെ തകർക്കാൻ പിശാചിൻ്റെ അവൻ വെറുതെ ഇരിക്കുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും ഒരു ദൈവസഭയെ തകർത്ത് കളയുക. അതിനകത്ത് എത്രയോ പേർ, നൂറുകണക്കിന് ആൾക്കാർ കൂടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവരെല്ലാം ചിതറിച്ച് കളഞ്ഞു. എത്രയോ പല സ്ഥലങ്ങളിലേക്ക് ചിതറിച്ച് കളഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്നും സ്വന്തം നാം ഒന്ന് എഴുന്നേറ്റ് ഇവിടെ അതിൻ്റെ അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ 4-ാം വാക്യം. ആ ജന്തുവിന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പം അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ പറഞ്ഞെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇംഗ്ലീഷിൽ ജസ്റ്റിസ് എന്നേ ഉള്ളൂ. എനിക്കൊന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തവർ ജസ്റ്റിസിൻ്റെ കൂടെ നീതിയുടെ കൂടെ ഒരു ദേവിയും കൂടെ അങ്ങ് കയറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ മൂല സംഭവം വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഏതായാലും അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ബോധമുണ്ട്, സെൻസ് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. അത് വലിയ കാര്യമാണ്. ഇന്ന് പലർക്കും അതില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ ചില 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പലവിധമായ പ്രതിസന്ധികളുടെ മധ്യത്തിലായിരുന്നു, കേരളത്തിലായിരുന്നു. ഒരു നീതിയുള്ള ദൈവം എല്ലാറ്റിനെയും ന്യായം വിധിക്കുമെന്നുള്ള ബോധം പോലും ഇന്ന് നല്ലൊരു ഭാഗം ആൾക്കാർക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ പകുതി നടക്കത്തില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു ബോധം, നീതി എന്നുള്ള ബോധം, നീതി എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ചെയ്യുന്നതിന് 2 ദിവസം കഴിയുമ്പോൾ വിതയ്ക്കുന്നത് കൊയ്യേണ്ടി വരുമെന്നുള്ള ഒരു നീതിബോധം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മനോരമയ്ക്കകത്ത് വരുന്ന ഇന്നത്തെ വലിയ വലിയ വാർത്തകളിൽ ഒരു 90% കുറഞ്ഞു കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ബോധം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇതാ അറ്റ്ലീസ്റ്റ് ഈ ബർബരന്മാർക്ക് അതെങ്കിലും ഉണ്ട്. പക്ഷേ അവർക്കറിയില്ല, ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് അവരെന്ത് ചെയ്തേ, പൗലോസിനെ ഒരു ക്രിമിനലായിട്ട് അവർ കാണുവാനിടയായി തീർന്നു. അത് ചില സമയത്ത് ചില നിമിഷങ്ങളിൽ നാം യഥാർത്ഥ ദൈവകൃപയിൽ ദൈവഹിതപ്രകാരം നാം ചിലത് ചെയ്യുമ്പോൾ സ്തോത്രം, നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർ മുൻപിൽ പലപ്പോഴും ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയായി നമ്മുടെ ഹൃദയത്തിൽ കേട്ടാൽ വളരെ വിഷമം തോന്നുന്ന വിധത്തിലുള്ള പദങ്ങൾ പോലും ഒരുപക്ഷെ നിങ്ങളുടെ കാതുകളിൽ കേൾക്കേണ്ടി വരാം. എന്നാൽ അത് കുഴപ്പമില്ല. അതൊരു ചെറിയ ടൈം മാത്രമേ ഉള്ളൂ, ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് ചെറിയൊരു ബ്രാക്കറ്റ് ടൈം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ ആരുടെ നാമത്തിൽ നിൽക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. അന്നേരം നമ്മൾ ഇത് ന്യായം പറഞ്ഞ് ഇതിനെ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട. ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? നീതി നീതി എന്നുള്ളതും സിംഹാസനത്തിൽ നീതിയോടെ വിധിക്കുന്ന ഒരു ന്യായാധിപതി ഉണ്ടെന്നുള്ളതും ദൈവം തെളിയിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിന്റെ മുൻപിൽ കടന്നു വരും. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ നാം പരാജയപ്പെട്ടതുപോലെ, ഇന്നൊരു പക്ഷേ നിന്നാ വിഷയമായതുപോലെ ഇരുന്നാലും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില സമയങ്ങൾ കഴിയുമ്പോൾ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു തീയതി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്താൽ ചില വിധികൾ വെളിപ്പെട്ട് വരുമ്പോൾ അന്നേരം അത് വെളിച്ചത്ത് വരും. നീതിയോടെ വിധിക്കുന്ന ന്യായാധിപതി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ചില വിഷയത്തിനകത്ത് പരാജയപ്പെട്ടതുപോലെ ഇരിക്കുന്നവരോട് ഈ വചനത്തിലൂടെ എൻ്റെ ഹൃദയത്തിൽ ശക്തമായ നിയോഗമുണ്ട് പറയുവാൻ. ഹല്ലേലൂയ. നാം പരാജയപ്പെട്ടിട്ടില്ല. സമയം അതിനെ തെളിയിക്കും. ഇപ്പോൾ തോറ്റുകൊടുത്തതുപോലെയാണെങ്കിലും ഹല്ലേലൂയ, ചില സമയങ്ങൾ കഴിയുമ്പോൾ തൻ്റെ ഹല്ലേലൂയ ദാസന്മാരുടെ മുഖത്തെ ആദരിക്കുന്ന ദൈവം നമ്മെ ആദരിക്കും യേശുവിൻ നാമത്തിൽ. അതിന്റെ അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അടുത്ത വാക്യം. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് ചിലർ കാത്തിരുന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. വളരെ നേരം കാത്തിരുന്നിട്ടും അവൻ ആപത്തൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ട് എന്ത് ചെയ്തു? മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. മനസ്സ് മാറ്റുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. യഥാർത്ഥത്തിൽ സുവിശേഷം കൊണ്ട് സംഭവിക്കേണ്ടത് ആദ്യം മാനസാന്തരമാണ്. മാനസാന്തരത്തിലേക്ക് ഈ ജനത്തെ ദൈവം നടത്തിയില്ലേ? മനസ്സ് മാറിയില്ലേ? അവിടെ സുവിശേഷം പ്രസംഗിച്ചോ? പ്രസംഗം ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശുശ്രൂഷ ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം ചില വാതിലുകൾ ഹല്ലേലൂയ ദ്വീപിനകത്ത് തുറക്കാൻ പോകുന്നേ ഉള്ളൂ. പുബിലിയോസിന്റെ ഭവനം ഒരുക്കപ്പെടുകയാണ്. പുബിലിയോസിന്റെ പിതാവിന്റെ വിടുതൽ ക്രമീകരിക്കപ്പെടുകയാണ്. അടുത്ത 3 മാസത്തേക്കിനുള്ള ശുശ്രൂഷയുടെ ഹല്ലേലൂയ സാധ്യതകൾ ദൈവം അവിടെ നിരത്തി വെക്കുകയാ. എന്നാൽ ഇതാ ഹല്ലേലൂയ അതെല്ലാം തുടങ്ങുന്നതിന് ഒരു അടയാളമായി ഹല്ലേലൂയ പൗലോസ് പറയുന്ന പൗലോസിന്റെ വാക്കുകൾക്ക് ഇതാ വില കൊടുക്കത്തക്കവണ്ണം ആ ദ്വീപിലെ ജനത്തിന്റെ ഹൃദയത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ഹല്ലേലൂയ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലത്രേ. ഒരു നിമിഷം കരങ്ങളെ അടിച്ച ആത്മാവിൽ ഒന്ന് പോരാടി പ്രാർത്ഥിക്കാം. ഈ കേട്ട ദൈവജനത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഹല്ലേലൂയ കുടുംബങ്ങളിലും നമ്മുടെ മുഖത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ ലജ്ജിപ്പിക്കത്തക്കവണ്ണം, നമ്മളെ ഹല്ലേലൂയ അപമാനിക്കത്തക്കവണ്ണം ശത്രു ഉണ്ടാക്കുന്നതായ അവന്റെ ചില കെണികളും ഹല്ലേലൂയ 6 കഷ്ടങ്ങൾ തിന്മ തൊട്ടില്ലെങ്കിൽ 7-ാമത്തതിൽ 6 കഷ്ടം വിടുവിച്ച ദൈവം 7-ാമത്തതിൽ തിന്മ തൊടാതെ 7-ാമത്തെ വിഷയത്തിന്റെ മുൻപിൽ 7-ാമത്തെ വിഷയത്തിൽ തിന്മ തൊടാതെ മണ്ഡലമേ സൂക്ഷിക്കുവോ. യേശുവിന്റെ അധികാരമുള്ളതാണ്.